നമസ്തേ, ഞാൻ ഡോക്ടർ ദിവ്യ. നമുക്കിന്ന് കർക്കിടക ചികിത്സയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നോക്കാം. കർക്കിടക മാസത്തെ പൊതുവെ മന്ത് ഓഫ് റെജുവിനേഷൻ എന്നാ പറയാറ്. എന്തുകൊണ്ടാണ് കർക്കിടക മാസത്തിൽ തന്നെ ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്? എന്താണ് കർക്കിടക മാസത്തിന്റെ പ്രാധാന്യം? നമുക്കിന്ന് അതിനെക്കുറിച്ച് നോക്കാം. ശരീരബലം അല്ലെങ്കിൽ പ്രതിരോധ ശേഷി കുറയുന്ന കാലമായിട്ടാണ് കർക്കിടകത്തെ കാണുന്നത്. അതിനാലാണ് കർക്കിടക മാസത്തിന് ഇത്രയേറെ പ്രാധാന്യമുള്ളത്. ഗ്രീഷ്മകാലത്തിന് ശേഷമാണ് വർഷകാലം. അതായത് കഠിനമായ ചൂടുള്ള മാർച്ച്, ഏപ്രിൽ, മെയ്ക്ക് ശേഷം വരുന്ന വർഷകാലം. അതാണ് കർക്കിടക മാസം. ഇത് ശരീരത്തിലെ ത്രിദോഷങ്ങളുടെ അസന്തുലിതാവസ്ഥയ്ക്ക് കാരണമാകുന്നു. അന്തരീക്ഷത്തിലെ രൂക്ഷതയും ചൂടും കാരണം ശരീരത്തിൽ വാതദോഷം കൂടുന്നു. അതിനുശേഷം ഉണ്ടാകുന്ന മഴക്കാലം ഈ കൂടിയ വാതദോഷത്തിന് പ്രകോപമുണ്ടാക്കി വാതരോഗങ്ങളായ സന്ധിവേദന, നടുവേദന, ആർത്രൈറ്റിസ് മുതലായ രോഗങ്ങൾ ഉണ്ടാകുന്നു. പൊതുവെ ആരോഗ്യവാനായ ഒരു വ്യക്തിക്ക് പോലും ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകുന്ന മാസമാണിത്. ചൂടേറിയ ഭൂമിയിൽ മഴ പെയ്യുമ്പോൾ അമ്ലത വർദ്ധിക്കുന്നതിനാൽ ശരീരത്തിന്റെ പിത്തദോഷത്തിന് പ്രകോപം സംഭവിച്ച് പിത്തദുഷ്ടികളായ ദഹനത്തിനുള്ള പ്രശ്നങ്ങൾ, അതായത് ഗ്യാസ്ട്രൈറ്റിസ്, ദഹനമില്ലായ്മ മുതലായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ദേശത്തിലെ തണുപ്പ് കാരണം കഫദോഷങ്ങളായ കഫക്കെട്ട്, ചുമ, നീർക്കെട്ട് മുതലായ രോഗങ്ങളും ഉണ്ടാകുന്നു. ഇങ്ങനെ സംഭവിക്കുന്ന വാത, പിത്ത, കഫദോഷങ്ങളുടെ പ്രകോപം കാരണം ശരീരത്തിലെ പ്രതിരോധ ശേഷി കുറയുകയും രോഗാവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നു. അതിനാൽ ഈ സമയത്ത് ആയുർവേദം അനുശാസിക്കുന്ന രീതിയിലുള്ള ആഹാരവും ചികിത്സയും ചെയ്യേണ്ടതുണ്ട്. ഈ വർദ്ധിച്ച ദോഷങ്ങളെ പഞ്ചകർമ്മയിലൂടെ പുറന്തള്ളി സന്തുലിതാവസ്ഥ കൈവരിക്കേണ്ടതുണ്ട്. ഈ സമയത്ത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അഭ്യംഗം, കിഴി, ഞവര മുതലായ ചികിത്സകൾ രോഗിയുടെ രോഗാവസ്ഥ അനുസരിച്ച് ചെയ്യാവുന്നതാണ്. ശേഷം ശരീരപുഷ്ടിക്കായി രസായന ചികിത്സയും നടത്തേണ്ടതുണ്ട്. കർക്കിടക മാസത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് കർക്കിടക കഞ്ഞി. ഇതിൽ ധാതുപുഷ്ടിക്കായിട്ടുള്ള ഞവരയരി, ഉലുവ, ജീരകം, ആശാളി മുതലായ ആയുർവേദ ഔഷധങ്ങൾ ചേർത്ത് സംസ്കരിച്ചിരിക്കുന്നു.